മൂന്നാറിലുള്ള എഡൽവൈസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരു ഉച്ച ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊന്ന് ചായ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ കട കണ്ട് നിർത്തി ചായ കുടിച്ചു. പിന്നെ കഴിക്കാൻ സ്നാക്സ് എടുത്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അത് ഞാൻ സൂചിച്ചാണ് എന്നെ തിരിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്ത് എവിടെ പോകണമെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് മാട്ടുപ്പെട്ടി ഡാമിലായിരുന്നു കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിൽ പോയി അവിടെ ടൈം കഴിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. അന്നത്തെ ഡേ അങ്ങനെ അങ്ങ് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഇരവികുളം നാഷണൽ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഈ പാറയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ആനയുടെ ഷേപ്പ് കാണാൻ പറ്റുമേ. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പകുതി വരെ നമുക്ക് ബസ്സിലായിരിക്കും കേട്ടോ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് കാഴ്ച കാണണം. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നീലക്കുറിഞ്ഞ് പൂക്കുന്നത് ഇവിടെയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് വരയാടുകളാണ്. ഞങ്ങൾ കൂടുതൽ കണ്ടതും വരയാടിനെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ ചില സമയത്ത് ഇവിടെ വന്യമൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റുമോ, പക്ഷെ അതിനൊക്കെ ഒരു ലക്ക് വേണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തേയില ഫാക്ടറിയിലേക്കാണ്. മൂന്നാർ ടൗണിനടുത്താണ് കേട്ടോ ഈ ടീ എസ്റ്റേറ്റിൻ്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ അങ്കിൾ ഞങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നല്ലപോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂന്നാറിൽ വലിയ തണുപ്പില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചൊരു റെസ്റ്റ് എടുത്ത് ജൂഡിന് വേണ്ടി ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഫോട്ടോ പോസാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പൊട്ടാണിക്കൻ ഗാർഡനിൽ വന്നു. പിന്നെ ഞങ്ങൾ പിള്ളേരുടെ പാർക്കിലൊക്കെ ഇരുന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാറിന് ടാറ്റ ബൈ ബൈ പറഞ്ഞു കേട്ടോ. ഇനിയാണ് ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത മൊമെൻറ്റ്, ഫോറസ്റ്റിലൂടെ നൈറ്റ് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോവാണ് കേട്ടോ. അത് നെക്സ്റ്റ് ഡേറ്റാണ്. ടാറ്റ.